ഹലോ ഗൈസ്, നിങ്ങൾ ഈ ആക്ഷൻ മൂവീസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? എങ്കിൽ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു 3 ആക്ഷൻ മൂവീസ് ഞാനിവിടെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ലിസ്റ്റിൽ 3-ാം സ്ഥാനത്തുള്ള സിനിമയാണ് ടേക്കൺ. ബ്രയാൻ എന്ന് പറയുന്ന ഒരു CIA ഓഫീസർക്ക് തൻ്റെ ജോലിയുള്ള ആത്മാർത്ഥത മൂലം തൻ്റെ കുടുംബ ബന്ധം നഷ്ടപ്പെടുന്നുണ്ട്. അയാൾ ഈ ജോലിയിൽ കൂടുതൽ ആത്മാർത്ഥത കാണിച്ചിട്ട് കുടുംബം നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അയാളുടെ ഭാര്യ അയാൾ ഉപേക്ഷിച്ച് പോകുന്നുണ്ട്. ഈ ഭാര്യ പോകുമ്പോൾ കൂടെ ബ്രയാൻ്റെ മകളെയും കൊണ്ടുപോകുന്നുണ്ട്. ഇത് അയാളെ വളരെയധികം ഒറ്റപ്പെടുത്തി. പിന്നീട് ബ്രയാൻ CIA ജോലി രാജിവെച്ച് ഇനിയുള്ള വർഷം തൻ്റെ മകളുടെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഭാര്യ വേറൊരാളുമായിട്ട് ബന്ധത്തിലാവുകയും വേറൊരാളുമായിട്ട് വിവാഹം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മകൾക്ക് ബ്രയാനോടായിരുന്നു കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ അയാളുടെ ഭാര്യ മകളുടെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ബ്രയാനെ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മകളും ഫ്രണ്ട്സും പാടെ യൂറോപ്യൻ ട്രിപ്പ് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ആദ്യമൊക്കെ ബ്രയാൻ ഇതിനെ എതിർത്തെങ്കിലും ഒരുപാട് നിർബന്ധിച്ച് വാശി പിടിച്ച് മകള് പോകുന്നുണ്ട്. അങ്ങനെ യൂറോപ്യൻ ട്രിപ്പിന് പോയിട്ടുള്ള ബ്രയാൻ്റെ മകളെ അവിടെ കുറച്ച് ആളുകൾ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഇതറിഞ്ഞ ബ്രയാന് തൻ്റെ മകളെ വീണ്ടെടുക്കാൻ വേണ്ടി നടത്തുന്ന ഒറ്റയാൾ പോരാട്ടമാണ് ടേക്കൺ എന്നുള്ള മൂവി. ഈ മകളെ തട്ടിക്കൊണ്ടുപോയത് വലിയൊരു സെക്സ് റാക്കറ്റ് ഗ്രൂപ്പായിരിക്കും. അവർക്കെതിരെ പോരാടിയിട്ട് ബ്രയാന് തൻ്റെ മകളെ രക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നാണ് മൂവി. ഒരു കിഡിലൊരു ആക്ഷൻ മൂവിയാണ്. ഫൈറ്റൊക്കെ എന്ന് പറയുമ്പോൾ നല്ല ത്രില്ലിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഫൈറ്റുകളാണ്. ഈ ടേക്കൺ എന്ന മൂവിക്ക് മൊത്തം 3 ചാപ്റ്ററാണുള്ളത്. ഈ ഓരോ ചാപ്റ്ററും ഒന്നിനൊന്നും മെച്ചാണ്. ഇതിൽ ഫൈറ്റാണ് എടുത്തു പറയേണ്ടത്, കാരണം കിഡിലനായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് ഇതിലെ ഫൈറ്റ്. അപ്പോൾ ഒരു നല്ലൊരു ഫൈറ്റ് ആക്ഷൻ മൂവിയെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടേക്കൺ നിങ്ങൾക്ക് നല്ലൊരു ചോയ്സാണ്. നമ്മുടെ ലിസ്റ്റിൽ 2-ാം സ്ഥാനത്തുള്ള മൂവിയാണ് ജോൺ വിക്ക്. ഇതൊരു റിവെഞ്ച് സ്റ്റോറിയാണ്. എന്നാൽ സാധാ ഒരു പ്രതികാര മൂവി പോലെയല്ല, കുറച്ചൊക്കെ ത്രില്ലിംഗ് ആയിട്ടാണ് അവരിത് എടുത്തു വെച്ചിട്ടുള്ളത്. ഒരു പഴയകാല വാടക കൊലയാളിയാണ് ജോൺ വിക്ക്. അയാൾ തൻ്റെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ജീവിതമൊക്കെ ഒഴിവാക്കിയിട്ട് സമാധാനപരമായിട്ട് ജീവിക്കുകയായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് അയാളെ ഭാര്യ മരണപ്പെടുന്നത്. ഭാര്യയുടെ മരണശേഷം ഈ ജോൺ വിക്ക് ഒറ്റപ്പെട്ടു പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മരിക്കുന്നതിന് മുമ്പ് ജോൺ വിക്കിൻ്റെ ഭാര്യ ജോൺ വിക്കിനായിട്ട് അയച്ചു കൊടുത്ത ഒരു നായ്ക്കുട്ടിയെ കിട്ടുന്നത്. ആ നായ്ക്കുട്ടി തൻ്റെ ഭാര്യയുടെ അവസാന സമ്മാനമായി കരുതി അയാൾ ആ നായ്ക്കുട്ടിയെ നന്നായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് ഡെയ്സി എന്നൊരു പേരും കൊടുത്തു. അങ്ങനെ ഒറ്റപ്പെട്ട വിഷമത്തിൽ ജീവിച്ചു പോകുന്ന ജോൺ വിക്ക് ഒരു 2 ചെറുപ്പക്കാരുമായിട്ട് കുറച്ച് വാക്കുതർക്കം ഉണ്ടാകുന്നുണ്ട്. സോ ഈ വാക്കുതർക്കത്തിൻ്റെ പേരിൽ ഈ 2 ചെറുപ്പക്കാർ ജോൺ വിക്കിൻ്റെ വീട്ടിൽ രാത്രി അതിക്രമിച്ച് കയറുകയും ഈ ജോൺ വിക്കിന് ഭാര്യ നൽകിയ ആ നായ്ക്കുട്ടിയില്ല, ഡെയ്സി എന്നുള്ള നായ്ക്കുട്ടി, അതിനെ കൊന്നുകളയുകയും ചെയ്യുന്നുണ്ട്. തൻ്റെ ഭാര്യയുടെ ഓർമ്മയായ ആ നായ്ക്കുട്ടിയെ കൊന്നുകളഞ്ഞ 2 പേരെ തിരഞ്ഞുകൊണ്ട് ജോൺ വിക്ക് ഇറങ്ങിയാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ആ 2 പേരിൽ ഒരാളെന്ന് പറയുന്നത് ആ ടൗണിലെ തന്നെ വലിയൊരു ഗ്യാങ്സ്റ്ററിൻ്റെ മകനാണെന്ന്. ഈ ജോൺ വിക്ക് പണ്ട് വാടക കൊലയാളിയായിരുന്ന സമയത്ത് ഈ ഡോണിന് വേണ്ടിയിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജോൺ വിക്ക് തൻ്റെ പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ട് ആ 2 പേരെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിയാണ്. ഇതറിഞ്ഞ ഡോൺ തൻ്റെ മകനെ സംരക്ഷിക്കാനും ജോൺ വിക്കിനെ ഇല്ലാതാക്കാനും നോക്കിയാണ്. ജോൺ വിക്ക് ഒരു മൂവി സീരീസാണ്. മൊത്തം 4 ചാപ്റ്ററാണ് ഇതിനുള്ളത്. അതിൽ 1-ാമത്തെ ചാപ്റ്ററിൻ്റെ തുടക്കം മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ 2-ാമത്തെ ചാപ്റ്ററിൽ ഈ ജോൺ വിക്ക് ഈ വാടക കൊലയാളി ജീവിതമൊക്കെ അവസാനിപ്പിച്ചിട്ട് നല്ല രീതിക്ക് ജീവിച്ച് സമാധാനപരമായിട്ട് ജീവിച്ചു പോവുകയായിരിക്കും. അപ്പോഴാണ് ഈ ജോൺ വിക്കിൻ്റെ പഴയകാല സുഹൃത്തും ഒരു വാടക കൊലയാളിയുമായിട്ടുള്ള ഒരാൾ ജോൺ വിക്കിനെ കാണാൻ വരുന്നത്. എന്നിട്ട് അയാൾ ജോൺ വിക്കിന് ഒരു ജോലി നൽകുകയാണ്. അപ്പോൾ ജോൺ വിക്ക് ആദ്യം ഇതിന് സമ്മതിച്ചില്ല, എതിർത്തു. പക്ഷേ ഈ സുഹൃത്തിൻ്റെ നിർബന്ധപ്രകാരം ജോൺ വിക്ക് ആ ജോലി ഏറ്റെടുക്കുകയാണ്. അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളാണ് ചാപ്റ്റർ 2 പറയുന്നത്. പിന്നെ ചാപ്റ്റർ 3, ചാപ്റ്റർ 4 ഇതെല്ലാം ഈ ജോൺ വിക്കിനെ കുറച്ച് വാടക കൊലയാളിസിൻ്റെ കുറച്ച് ടീംസ് ഉണ്ടാകും, കുറച്ച് ഗ്യാങ്സ്. അങ്ങനെ ഈ വാടക കൊലയാളി ഗ്യാങ്സ് ജോൺ വിക്കിനെ കൊല്ലാൻ വേണ്ടി നോക്കുകയാണ്. ജോൺ വിക്ക് ആണെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കുക. അതിന് ശേഷം നടക്കുന്ന ഫൈറ്റ്, ആക്ഷൻസ് രംഗങ്ങൾ, അതൊക്കെയാണ് ജോൺ വിക്ക് 3, 4 ഒക്കെ മൂവിയിൽ പറഞ്ഞു വെക്കുന്നത്. സോ നിങ്ങളൊരു ആക്ഷൻ മൂവി പ്രേമിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജോൺ വിക്ക് കണ്ടിരിക്കണം. നമ്മുടെ ലിസ്റ്റിൽ 1-ാം സ്ഥാനത്തുള്ള മൂവിയാണ് ഷിസു. ഇത് 2-ാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് നടക്കുന്നൊരു സ്റ്റോറിയാണ്. ഒരു വയസ്സായൊരു വൃദ്ധനുണ്ടാവും. ഇയാൾ ഈ പുഴയിലുള്ള മണലിൽ നിന്നൊക്കെ സ്വർണം വേർതിരിച്ചെടുക്കുകയായിരിക്കും. അങ്ങനെ വേർതിരിച്ച് കിട്ടിയ സ്വർണവുമായിട്ട് ഇയാൾ പോകുമ്പോൾ കുറച്ച് സോൾജേഴ്സ് ഇയാളെ തടഞ്ഞു നിർത്തി ഇയാളെ ആക്രമിച്ച് ആ സ്വർണം കൈക്കലാക്കി അവിടെ നിന്ന് കടന്നു കളയും. തൻ്റെ സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോയ ആ സോൾജേഴ്സിൻ്റെ അടുത്ത് നിന്ന് സ്വർണം തിരിച്ചു പിടിക്കാൻ വേണ്ടി ആ വൃദ്ധൻ ചെല്ലുന്നതാണ് സ്റ്റോറി. നല്ല കിടിലൻ ആക്ഷൻ മൂവിയാണ് ഷിസു. ഇതിലെ ഫൈറ്റും കാര്യങ്ങളും കുറച്ച് ഓവറായിട്ട് നമുക്ക് തോന്നുമെങ്കിലും നല്ല ത്രില്ലിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റും. ഇതിൽ 2 ചാപ്റ്ററാണ് റിലീസായിട്ടുള്ളത്. 2-ാമത്തെ ചാപ്റ്റർ 4 മാസം മുമ്പൊക്കെയാണ് റിലീസായത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2-ാമത്തെ ചാപ്റ്ററിനേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് 1-ാമത്തെ ചാപ്റ്ററാണ്. ഈ പടം കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും ലോജിക്ക് വെച്ച് നോക്കരുത്, കാരണം കുറച്ചൊക്കെ ഓവറായിട്ടുള്ള പല രംഗങ്ങളും ഈ സിനിമയിലുണ്ട്. എങ്കിലും നിങ്ങൾക്കൊരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെ ഈ മൂവി തരും. അപ്പോൾ ഇതുപോലുള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.